ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിത്രാന്നം ചിത്രാന്നം എന്നാണ് എൻ്റെ പേര്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ അറിവിലോ അറിയാവുന്നവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുക. ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും ചെയ്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ വീട്ടിൽ രാവിലെ ദോശ പൊട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചോറേ ഉള്ളെങ്കിൽ ആ ചോറ് വെച്ചിട്ടുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണിത്. നമുക്ക് ചെയ്യാം, വരും. ഞാൻ പറഞ്ഞില്ലേ ചിത്രാന്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. നമുക്കിതിപ്പോൾ പരിചയപ്പെടാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അത് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഇത് ചോറ്, ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അധികം വേഗം പാടില്ല. നമ്മൾ ഈ ബിരിയാണി ചോറ് പോലെ ഒന്നിലൊന്ന് തൊടാതിരിക്കണം. ബിരിയാണി അരി ആയാലും നല്ലതാണ്, പൊന്നിയരി ആയാലും നല്ലതാണ്. നമുക്ക് ബിരിയാണി അരി കിട്ടിയില്ല, ഞാൻ പൊന്നിയരി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സവോള അരിഞ്ഞത് കുറച്ച്, ഒരു 3-4 സവോള അരിഞ്ഞ് വെച്ചത് ഉണ്ടാവണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി മതി, ഒരു തക്കാളി ചെറുതായിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചത്. പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഉണ്ട്. പച്ചമുളക് വേണം, പക്ഷേ ഇവിടെ പച്ചമുളകില്ല. അതുകൊണ്ട് ഞങ്ങൾ ചീനമുളക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചീനമുളക് എന്ന് വെച്ചാൽ കാന്താരി. പിന്നെ ഒരു നാരങ്ങ വേണം. നാരങ്ങയാണ് പുളിക്ക് വേണ്ടി, നല്ല രസമാണ് നാരങ്ങ. പിന്നെ മല്ലിയില, ഞാൻ ഇവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട് മല്ലിയില. ഇത്ര സാധനങ്ങളാണ് നമുക്ക്. ഒരു കാര്യം കൂടി വേണമായിരുന്നു ഇതിനകത്ത്. നമ്മുടെ പച്ച കപ്പലണ്ടി ഉണ്ടല്ലോ, അത് പച്ച കപ്പലണ്ടി പൊളിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ വറുത്തെടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈ പച്ചക്കപ്പലണ്ടി ഇല്ല. അതുകൊണ്ട് പച്ചക്കപ്പലണ്ടി അവോയ്ഡ് ചെയ്തു, ഇല്ലാത്തത് കൊണ്ട്. ശരി, ഇത്രയും സാധനങ്ങളാണ്. ഉപ്പ് വേണം കേട്ടോ, ലേശം മഞ്ഞപ്പൊടിയും വേണം. മഞ്ഞപ്പൊടി ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. ലേശം കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ഉണ്ടാവണം. പിന്നെ ഉപ്പ് പാകത്തിന് ഇത് പറയണം. ശരി, ഇനി നമുക്ക് ചിത്രാന്നം ഉണ്ടാക്കാം. ഓക്കെ, വരൂ. ശരി, നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. മതി. കുറച്ച് കടുക്, ശരി, ഓക്കെ. നമുക്ക് കടുക് പൊട്ടി തുടങ്ങി. ഇത് നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുക, ഗ്യാസ് സ്റ്റൗവിലൊന്നും അല്ല. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ ശേഷം സവോള അരിഞ്ഞ് വെച്ചത്. വേഗം സവോള വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പ് ഇടണം. ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഈ സവോള വഴലാൻ വേണ്ടി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ഇടാം. ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലല്ലോ, അത് ഇതിലേക്കിടാം. പച്ചമുളകും എല്ലാം കൂടി. അതിന് ലേശം മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറിട്ടിട്ടുണ്ട്. അതിൽ കൂടെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ഞാൻ പീസാക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരുന്നതാണ്. ഇനി ഇത് ചോറിൻ്റെ മേലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുക. അധികം പിഴിയണ്ട, ഇത് കഴിക്കും, ഒരുമാതിരി കഴിപ്പ് വരും. ഇനി നമ്മൾ പാകത്തിന് ഉപ്പിടുക. കുറച്ചല്ലേ അപ്പം ഇട്ടിട്ടുള്ളൂ, ഇനി കുറച്ച് ഉപ്പിട് ഇടുക. അതിന് ശേഷം നമ്മൾ ഈ കട്ടാക്കി വെച്ചിരിക്കുന്ന മല്ലി ചപ്പുണ്ടല്ലോ, അത് വിതറുക. ഇത് കുറച്ചേ ഉള്ളൂ വീട്ടിൽ.
കുറച്ചും കൂടി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശരി, ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഉണ്ടാവും ഇപ്പോൾ പിടിക്കുക. ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് ഉരുളി ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. എല്ലാം റെഡിയായി, നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് പുളിയുണ്ട്, നാരങ്ങ പിഴിഞ്ഞ് വെച്ചതുകൊണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റെ മകളാണ്. ഇത് എല്ലാം പാകമായിട്ടുണ്ട്. ഇത് കുറച്ചെടുത്ത് ഇതിന് എല്ലാം പുളി ഉപ്പ് എല്ലാം പാകത്തിനുണ്ടോ ഇല്ലെന്ന് എൻ്റെ മകൾ കഴിച്ചിട്ട് പറയും. ഓക്കെ, ബൈ. നമുക്കിത് കുറച്ചും കൂടി പ്ലേറ്റിലേക്ക് മാറ്റാം. ശരി, ഓക്കെ. നമ്മൾ ചിത്രാന്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അറിയാവുന്ന രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുമല്ലോ വിചാരിക്കുന്നുണ്ട്. ഇത് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി വെച്ച ചോറ് രാവിലേക്ക് ഇരുന്നാലും ഇതേപോലത്തെ ചോറ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചീത്തയായ ചോറൊന്നും ഉണ്ടാക്കി കൊടുക്കരുത്, മക്കളുടെ വയറൊക്കെ കേടാവും. അന്നേരം വെച്ച ചോറ് ഉണ്ടാക്കുന്നതാണ് നല്ലതുപോലെ തണുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ചോറ് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ അമ്മമാരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ടേസ്റ്റ് കഴിക്കുമ്പം ആദ്യമായിട്ട് കഴിക്കുന്ന മക്കൾക്ക് കുറച്ച് ഇതാവും, പിന്നെ കഴിച്ച് തുടങ്ങുമ്പോഴേക്കും നല്ലതായിരിക്കും. ശരി, ഓക്കെ, ബൈ. ഇനിയൊരു ബ്ലോഗിൽ കാണാം.